ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 2026 മികച്ചതാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് ജനുവരിയുടെ വെരി ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ന്യൂ ഇയർ 2026 ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജനുവരിയിലത്തെ ആദ്യ ആഴ്ചയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മാസം മികച്ചതാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് കൊണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ പിക്കപ്പ് പൈൽ റീഡിങ്സിൽ സാധാരണയായിട്ട് നൽകുന്ന പോലെ 3 ചിത്രങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ജനുവരി 2026 ഏറ്റവും മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 1 എന്നുള്ള മാർഗനിർദ്ദേശം എന്താണ്? ഓക്കെ, നമുക്ക് 2 ഓഫ് വീൽസ് കിട്ടിയിട്ടുണ്ട്. 2 of coins, clarify, അല്ലെങ്കിൽ 2 of pentacles. Okay, clarify the 2 of wheels, 5 of wheels, clarify the 5 of wheels, 2 of wands, clarify the 2 of wands, 9 of wheels. ഓക്കെ, നിങ്ങൾക്കൊരു എർത്ത് പ്ലേസ്മെന്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും എനിക്ക് കാണുന്നു. എർത്ത് പ്ലേസ്മെന്റ് അത് ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള കളക്റ്റീവ്സിൽ കൂടുതലും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, സോഡിയാക് സൈൻ, സൺ, മൂൺ റൈസിംഗിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്, കരിയറിൽ എന്തെങ്കിലും ചാലഞ്ചസ് അനുഭവിക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു സ്റ്റാഗ്നന്റ് എനർജി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വളർച്ച, ഒരു പുരോഗതി ഇല്ലാത്തൊരവസ്ഥ, കാര്യങ്ങളൊക്കെ ഒരു മുന്നോട്ട് പോകാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ ജാനുവരി മാസത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജാനുവരി മാസത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഓക്കെ, അത് പക്ഷെ അത് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ സഹായിക്കുന്ന അവസരങ്ങൾ ഏതാണോ അതിനെ ചൂസ് ചെയ്ത് സധൈര്യം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ആ ഒരു അവസരം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻസ് കൊണ്ടുവരാൻ ഒക്കെ പ്രാപ്തമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തുക്കുന്നതായിരിക്കും. പക്ഷെ അത് ചൂസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചിലവർക്ക് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റാഗ്നന്റ് എനർജി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുന്നത് ഒക്കെ അത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പൊ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ്, ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഒരു പാർട്ട്ണർ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡിൽ ഉറച്ചു നിൽക്കുക. കോംപ്രമൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒട്ടും പാടില്ല. ഓക്കെ, ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അവസരങ്ങൾ, ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ
ഒരു ക്രോസ് റോഡിൽ വീണ്ടും ആകാൻ ഒരു സാധ്യത. അതായത് ഏത് ഓപ്ഷനാണ് ബെസ്റ്റ്, ഞാൻ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ശരി എന്താ തെറ്റാണെങ്കിലോ, ഇനി ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്ത് പോയിട്ട് ചിലപ്പോ മറ്റേത് അതിനേക്കാൾ നല്ലതാണെന്ന് പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ബുദ്ധിമുട്ടാവില്ലേ, അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഒരു ഡിസിഷനിൽ എത്താതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതിനൊരു ടെൻഡൻസി കാണുന്നു. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. മാത്രമല്ല ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരാൻ പറ്റുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്വാളിറ്റീസോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പാർട്ട്ണർ, അവരെ ചൂസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകും, ഒക്കെ അവസാനിച്ച് പോകും. ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും, മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും, കംപ്ലീറ്റ് ചെയ്ത് അതിനെ അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിലേമ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്തൊക്കെയാണോ അത് അവസാനിക്കുന്നത് അല്ലെങ്കിൽ അവസാനിക്കാൻ സാധ്യതയുള്ളതായിട്ട് നിങ്ങൾ കാണുന്നത്, അത് അവസാനിച്ച് പോകേണ്ടത് തന്നെയാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കേണ്ടത് തന്നെയാണ്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. അത് കംപ്ലീറ്റ് ആവാൻ നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ അനുവദിക്കണം, അനുഭവിക്കണം. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നിങ്ങളുടേതാണ് ചോയ്സ്, മനസ്സിലായോ? നിങ്ങൾക്കാണ് ഇവിടെ ചോയ്സ് ഉള്ളത്. നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം ഇതിൽ ഏത് ചൂസ് ചെയ്താലാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളുടെ ഡിസയർ ഫുൾഫിൽ ആകുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മുന്നിൽ അത് വളരെ ക്ലിയർ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അൺഹെൽത്തി അറ്റാച്ച്മെന്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് പോകാനായിട്ട് ഒരു എന്താ പറയാ താല്പര്യക്കുറവ് ഞാൻ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ, ഞാൻ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളിങ്ങനെ എന്താ പറയാ ഈ ക്രോസ് റോഡിൽ നിൽക്കാൻ സാധ്യത ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ്സിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതിനാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. പക്ഷെ യൂണിവേഴ്സ് ഇത് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കില്ല. ഓക്കെ, നിങ്ങളുടെ തീരുമാനമാണ് ഇവിടെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നു അതനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന ഓപ്ഷൻ അത് ചൂസ് ചെയ്താണ് മുന്നോട്ട് പോകണമെങ്കിൽ ശരിയാണ്, ചില കാര്യങ്ങൾ അവസാനിച്ചു പോകും, ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ലതായിരിക്കും. ഓക്കെ, അത്രമേൽ അത് ആസ്വാദിക്കാൻ സാധിക്കുന്നതായിരിക്കും, ആസ്വാദ്യകരമായിരിക്കും എന്ന് കേൾക്കുന്നു. നിങ്ങൾ അത്രമേൽ അതിൽ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. മറിച്ച് നിങ്ങൾ ആ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ്സ് ഉള്ളത് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. മനസ്സിലായോ? അപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ട് അനുഭവിക്കും എന്ന് വന്നതെന്ന്. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ് നിങ്ങൾക്ക് നല്ലത്, ഉപേക്ഷിക്കേണ്ടി വന്നാലും ഇതാണ് എനിക്ക് നല്ലത്, അപ്പോഴാണ് എനിക്ക് ഈ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ അവെയർ ആണ്. ഓക്കെ, പക്ഷെ അവിടെ ഈ അൺഹെൽത്തി അറ്റാച്ച്മെന്റ്സ് അതിൽ നിന്ന് അത് വിട്ടുകളയാൻ അല്ലെങ്കിൽ അതിന് ഉപേക്ഷിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ ഒരു റോങ് ഡിസിഷനിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യത. നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ മുന്നേ വാൺ ചെയ്യുന്നത്, ഇതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. മനസ്സിലായോ? Clarify the Three of Swords. Okay. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ ഈ ജാനുവരി മാസത്തിൽ ടെമ്പററി ആയിട്ടുള്ള ചില അതായത് ടെമ്പററി ഹാർട്ട് ബ്രേക്സ്, അതായത് നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള വലിയ വലിയ വിഷമങ്ങളെല്ലാം ചെറിയ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ അത് ചില തിരിച്ചറിവുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതാണ് ഡെഫിനറ്റ്ലി. പക്ഷെ അത് എന്താ പറയണ്ടേ, ആ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ, അതുപോലുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിത്വമായിട്ട് ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഈ തിരിച്ചറിവുകൾ അത്യാവശ്യമാണ്. അത് നിങ്ങളെ വേദനിപ്പിക്കും, ശരിയാണ്. പക്ഷെ ആ വേദനയിൽ അങ്ങനെ ഇരുന്ന് പോരുത്, ആ വിക്ടിം എനർജിയിൽ അങ്ങനെ ആയി പോവരുത് എന്ന് നിങ്ങളോട് എടുത്തു പറയുന്നു.
നിങ്ങൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത് ഇതെന്റെ ഹയസ്റ്റ് ഗുഡിനാണ് സംഭവിക്കുന്നത്, എന്റെ നല്ലതിനാണ് ഈ തിരിച്ചറിവുകളൊക്കെ യൂണിവേഴ്സ് എനിക്ക് നൽകുന്നത്. അപ്പൊ അതനുസരിച്ച് എനിക്ക് തീരുമാനങ്ങൾ എടുത്ത് ബൗണ്ടറി ഇടേണ്ട സ്ഥലങ്ങളിൽ ബൗണ്ടറി ഇട്ട് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതിന് അവസാനിപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു ചെറിയ വേദന എന്റെ സ്വപ്നങ്ങളെ നേടുന്നതിൽ നിന്ന് എന്നെ തടയാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾക്ക് ആ ഒരു മനസ്സിന് ഉറപ്പുണ്ടാവുമ്പോൾ നിങ്ങൾ അത്രയും എന്താ പറയാ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അടിയറവ് പറയാതെ അടിയറവ് വെക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ ഈ ചെറിയ ചെറിയ വേദനകള് നിങ്ങളെ ഇങ്ങനെ എന്താ പറയാ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിൽ നിന്ന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചെടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു വളരെയധികം മനസ്സിന് ധൈര്യം കൊടുത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഈ ചെറിയ വേദനകൾ, ഈ തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന വേദനകളൊന്നും നിങ്ങളെ ഇങ്ങനെ അവിടെ സ്റ്റക്കായി നിർത്താനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ, ഭാവിയിലുള്ള നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങൾക്ക് അവസാനിക്കരുത്. ആ തിരിച്ചറിവുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ബാലൻസും ഹാർമോണിയസ് ആയിട്ടുള്ള സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് യൂണിവേഴ്സ് ഇപ്പോഴേ തിരിച്ചറിവുകൾ നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, നിങ്ങളുടെ സമാധാനത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം ശരിയാണ്, ആ ടെമ്പററി ആ സമയത്തേക്ക് വേദന ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങളുടെ മനസ്സമാധാനത്തിനാണ്, സമാധാനം എന്ന് പറഞ്ഞ ജീവിതത്തിനാണ് ഇത് യൂണിവേഴ്സ് നിങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഭാവിയിൽ ഇത് ഇതിനും വലിയ വേദനയായിട്ട് മാറാം. അതാണ് മുന്നേ കൂട്ടി നിങ്ങൾ അറിയിച്ചിട്ട് ചെറിയൊരു വേദന എന്നുള്ളതിലേക്ക് എത്തിച്ചിട്ട് അത് അവസാനിപ്പിച്ച് വിടുന്നത്. അപ്പൊ അത് നിങ്ങൾ അതനുസരിച്ച് ആക്ഷൻ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ മനസ്സമാധാനം നിറഞ്ഞൊരു ലൈഫിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അത് ഡിസംബറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ അനാവശ്യമായിട്ടുള്ള, അപ്പൊ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പീസ്ഫുൾ ലൈഫിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ബാഗേജുകൾ, ഓക്കെ, അധിക ഭാരങ്ങൾ, അതൊക്കെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് വേണ്ടുന്ന തിരിച്ചറിവുകളാണ് നിങ്ങൾക്ക് ഈ ജനുവരി മാസത്തിൽ ലഭിക്കുന്നത്. അപ്പൊ അവിടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് മനസ്സിന് ധൈര്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ലക്ഷ്യത്തിലും നിങ്ങളുടെ ആ ഒരു സമാധാനം നിറഞ്ഞ ജീവിതം അതിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഒരു തരത്തിലും അതിനെ ഉപേക്ഷിക്കരുത്. ഓക്കെ, ഈ ചെറിയ വേദന, താൽക്കാലികമായിട്ടുണ്ടാവുന്ന ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ വേദന ഒഴിവാക്കുന്നതിന് നിങ്ങളുടെ ആ ഒരു വലിയ സ്വപ്നത്തിന്, നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹത്തിന് നിങ്ങൾ എന്താ പറയാ ബലി കൊടുക്കരുത് എന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ ജനുവരി 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 2026 തുടങ്ങിയ ഒരു അവസരത്തിൽ പുതുവർഷം പ്രമാണിച്ച് ഞാനൊരു 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്ന ഒരു പേഴ്സണൽ റീഡിംഗ്, സ്പെഷ്യൽ റീഡിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ 2026 എങ്ങനെയാകും നിങ്ങൾക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മന്ത്ലി റീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ക്വാർട്ടർലി റീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആനുവൽ റീഡിംഗ് ആയിട്ടോ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും എല്ലാം കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. കാരണം ഈ ഒരു സ്പെഷ്യൽ റീഡിംഗ് കുറച്ച് നാളത്തേക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. മാത്രമല്ല ഒരു ദിവസം 5 ബുക്കിംഗ് ആണ് ഈ ഒരു സ്പെഷ്യൽ റീഡിങ്ങിന്റെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ നഷ്ടപ്പെടണ്ട, ഈ ഒരു അവസരം നഷ്ടപ്പെടണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 2ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ വളരെ നല്ല ഒരു 2026 ജാനുവരി മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ 2026 ജനുവരി മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. 2026 ജനുവരി മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് 2 എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ലവേഴ്സ് കാർഡ്. Ten of Swords. Clarify the Ten of Swords. Clarify the Death. Thank you. അപ്പൊ ഇവിടെ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ
നിങ്ങൾക്ക് അത്രമേൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവസരം, ഒരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ അതിലൊരു റീസ്റ്റാർട്ട്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക്, ചോയ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജാനുവരി മാസത്തില്. ഓക്കെ, അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരിക. പക്ഷെ ഇതൊരു പാറ്റേൺ ആണെന്ന് ഞാൻ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന്, ഈ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങളെ ഉൾക്കൊണ്ട് ഈ സമയം ഈ ഒരു ചോയ്സസ് അവൈലബിൾ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ അപ്ലിഫ്റ്റ്മെന്റ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം എന്നിവ മുൻനിർത്തി അതിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ആ പാസ്റ്റിനെ വിട്ടുകളഞ്ഞ് ഈ ഒരു പുതിയ തുടക്കത്തിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇത് ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യണം എന്നും കൂടെ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്രതീക്ഷിതമായിട്ടാണ് വരിക. പക്ഷെ ഈ പറയുന്ന പോലെ ഈ അവസരങ്ങൾ വരുമ്പോൾ, ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാൻ എനിക്ക് ഈശ്വരൻ തന്നിട്ടുള്ള അവസരമാണ് അല്ലെങ്കിൽ അവസരങ്ങളാണ്. അപ്പൊ ഇതിൽ ഇന്ന അവസരം ചൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ പാസ്റ്റ് എനർജീസിനെയും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഈ ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പുതിയൊരു തുടക്കം, ഒരു റീബർത്ത് എനർജിയാണ് ഈ അവസരങ്ങളിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ അതിനെ തട്ടിക്കളയാതിരിക്കുക, ആ പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പാസ്റ്റിനെ ഹോൾഡ് ഓൺ ചെയ്തിട്ടാണ് പലപ്പോഴും ഈ ഒരു സെയിം പാറ്റേണിലൂടെ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടേയിരുന്നത്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും സെയിം മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്താണ് നിങ്ങൾ ഈ പാറ്റേണിലായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങളെ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോകുക. ഓക്കെ, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, clarify the Knight of Swords. Clarify the Three of Cups. Clarify the Queen of Cups. King of Wands. ഇപ്പൊ ഇവിടെ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന്, അതായത് ഈ ഒരു നമ്മൾ ഈ ചോയ്സ്, നിങ്ങളെ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നുള്ള മാറ്റം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുക. ഓക്കെ, അപ്പൊ ആ മാറ്റത്തിനെ അതേ സ്പീഡിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ആ ഒരു ചേഞ്ചസിനെ, ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാൻ നിങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് എത്തിക്കുന്നതാണ്. അതിനും നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളോട് ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യുക. എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിന് പ്രാധാന്യം കൊടുക്കാൻ പറയുന്നു. അങ്ങനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ആ കിങ് ഓഫ് വാൺസിന്റെ ആത്മവിശ്വാസം വേണം. അതായത് ഏതൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇതിൽ ഞാൻ ഏറ്റവും മികച്ച രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക, ഇതെനിക്ക് ഏറ്റവും മികച്ചതാകും എന്നുള്ള ഒരു വിശ്വാസമാണ്, അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് കിങ് ഓഫ് വാൺസിനുള്ളത്. ആ രീതിയിലുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കും വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ്സുമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ചോയ്സുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഗുഡ് ബൈ പറയും. പല പാസ്റ്റ് എനർജീസിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾ അതിന് തയ്യാറാകുക. കാരണം നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീസിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം, നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. Clarify the Four of Wands. Clarify the Fool. ഓക്കെ, ലാസ്റ്റത്തെ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സക്സസ്, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഒരു സക്സസ് ഉണ്ടാകുന്നു, നിങ്ങളെ സംബന്ധിച്ച് ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഉണ്ടാകുന്നു. ആ അച്ചീവ്മെന്റിലൂടെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ലൈഫിൽ ഉണ്ടാകുന്നു. ഓക്കെ, ലൈഫിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാണ്, നിങ്ങളെ ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നു, പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
എന്താ പറയാ ഒറ്റ രാത്രി കൊണ്ടൊക്കെ സംഭവിക്കാന്ന് പറയില്ലേ, ആ രീതിയിലുള്ള മാറ്റമായിരിക്കും ഇത്. ആ രീതിയിൽ പെട്ടെന്നാണ് ഈ അച്ചീവ്മെന്റ് ഉണ്ടാകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിജയമാണെന്ന് കാണുന്നു ഉണ്ടാകുന്നത്. അതിലൂടെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ന്യൂ ചാപ്റ്ററിലേക്ക് എത്തുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയമായിട്ട് കാണുന്നു, വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ ഒരു എന്താ പറയാ ഈ ഒരു പബ്ലിക് ഐയിലേക്ക് എത്തുന്ന നിങ്ങൾക്ക് അങ്ങനെ പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു വിജയം, ഒരു നേട്ടമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, ഇത് നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നടക്കാനായിട്ട്. അതിനും എത്രയോ മുൻപാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് സ്ട്രെസ്ഡ് ആവുക, ഇൻ ദ സെൻസ് ഓവർവെൽംഡ് ആവുക, അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് ഈ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പബ്ലിക് റെക്കഗ്നിഷൻ, ഈ സക്സസ്. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് യൂണിവേഴ്സ് തന്ന ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഭാവി എന്തായിരിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അവിടെ. അതാണ് നിങ്ങളെ അവിടെ ഒരു സ്ട്രെസ്ഫുൾ എനർജിയിൽ നിർത്തുന്നത്. ഓക്കെ, ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ആ സക്സസ് എൻജോയ് ചെയ്ത് അത് സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ തന്നെ അഭിമാനിച്ച്, കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സക്സസ്, ഈ പബ്ലിക് റെക്കഗ്നിഷൻ. ഓക്കെ, അതിൽ അഭിമാനിച്ച് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, സറണ്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ. സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോവുക. എങ്ങനെ കാര്യങ്ങൾ നടക്കണം, എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഈ എന്താ പറയുക ഈ ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് വഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലൂടെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുക, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ക്ലാരിറ്റി വഴിയേ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിനെ കണ്ണടച്ച് വിശ്വസിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണിത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങളുടെ 2026 മികച്ചതാക്കാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. 2026 പുതുവർഷം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ റീഡിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്, 2026 ടാരോ ഗൈഡൻസ് പാക്കേജ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മന്ത്ലി ബേസിലോ ക്വാർട്ടർലി ബേസിലോ ഓർ ആനുവൽ ബേസിലോ നിങ്ങളുടെ 2026 എങ്ങനെയാകും എന്നുള്ള റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ആ റീഡിംഗിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകുക എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ആണ്. മാത്രമല്ല, ഒരു ദിവസം 5 ബുക്കിംഗ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ റീഡിംഗിന്റെ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ മികച്ച ഒരു ജനുവരി 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ 2026 ജനുവരി മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് 3 എന്താണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് 3ക്കുള്ള യൂണിവേഴ്സിന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? Okay, 7 of Wands. Clarify the 7 of Wands. The Fool. Clarify the Fool. 10 of Wands. Clarify the 10 of Wands. King of Cups. Okay. അണ്ടർലൈൻ എനർജി സ്ട്രെങ്ത് കാർഡാണ് വരുന്നത്. മാറ്റങ്ങളെ സ്വീകരിക്കാൻ പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ഈ ഒരു ജനുവരി മാസത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും അല്ലെങ്കിൽ ജീവിതത്തിൽ പൊതുവെ ഒരു പുതിയ തുടക്കത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പല നിങ്ങൾക്ക് ഭാരമായിട്ടുള്ള പല എനർജീസും റിലീസ് ചെയ്തിട്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ന്യൂ സ്റ്റാർട്ടിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ കടക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് നൽകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ പക്ഷെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ റെസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഈ അനാവശ്യ ഭാരങ്ങളുണ്ടല്ലോ, അനാവശ്യ എനർജീസിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾ ആദ്യം റിലീസ് ചെയ്യാം. നിങ്ങളുടേതല്ലാത്ത, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാരമായിട്ടുള്ള കാര്യങ്ങൾ, അൺവാണ്ടഡ് എനർജീസ്,
നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതിൽ ഇനി ഒരു ഭാവി അതിലില്ല എന്ന് നിങ്ങൾക്കറിയാം, അതിൽ ഇനി ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നും അറിയാം, എന്നിട്ടും അതിലേക്ക് ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്, ആ എനർജീസിനൊക്കെ ഇപ്പോഴും നിങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്യായമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ എന്താ ചെയ്യണേ, നിങ്ങൾക്ക് എന്തിനാണ് പ്രാധാന്യം, ഈ അൺവാണ്ടഡ് എനർജീസ് ആണോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ആക്ച്വലി ഈ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ്, അതായത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട ഒരു അവസരമാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഫുൾ കാർഡ് കിട്ടിയിരിക്കുന്നത്, യൂണിവേഴ്സിൽ സർവ്വതും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ. ആ രീതിയിലാണ് ഈ ഒരു ന്യൂ ബിഗിനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവുക. കാരണം ഇത് ഭാരമാണ്, അൺവാണ്ടഡ് എനർജി ആണെന്നൊക്കെ അറിയാമെങ്കിലും ഇതിപ്പോ നിങ്ങളുടെ കംഫോർട്ട് സോൺ ആയി മാറിക്കഴിഞ്ഞു, നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, കാരണം അത്രയും നിങ്ങൾ അതിനോട് ഇമോഷണൽ അറ്റാച്ച്ഡ് ആണ്. അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കടത്താനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്, നിങ്ങളുടെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം വരുമ്പോൾ അതിനെ സ്വീകരിക്കണം. ഈ അൺവാണ്ടഡ് എനർജീസിനെ ഉപേക്ഷിക്കേണ്ടത് വരും. ഇത് ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾ സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ അൺവാണ്ടഡ് എനർജീസിനെ നിങ്ങൾ ഉപേക്ഷിക്കും. അത് ചെയ്തേ പറ്റൂ, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ആ അൺവാണ്ടഡ് എനർജീസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇനി നിങ്ങൾക്ക് ഒരു തരത്തിലും ഗുണകരമല്ലാത്ത ഈ ഒരു എനർജീസിനെ നിങ്ങൾ അതിനെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങളെ ഒന്നും ഇല്ലാതാക്കരുത് എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലാകുക, അതായത് ഇമോഷണൽ ലോജിക്കൽ സൈഡ് ഈക്വലി ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഓവർലി നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ ഇമോഷണലി ഇൻവോൾവ് ആകില്ല, അതാണ് ഇവിടെ വേണ്ടത്. അപ്പോഴാണ് ഈ എനർജീസ്, ഈ ഭാരമായിട്ടുള്ള എനർജീസ്, പാസ്റ്റ് എനർജീസിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുക, എളുപ്പത്തിൽ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാം. Okay, clarify the princess of coins. Clarify the 8 of coins. Thank you. Clarify the 3 of wands. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന അലൈൻഡ് ആക്ഷൻസ് എടുക്കുമ്പോൾ മാത്രമാണ് ഇപ്പോഴുള്ള ചാലഞ്ചസ്, ഓക്കെ, നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് മാറി നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാവുന്നതാണ്. യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിൻക്രണിസിറ്റി സൈനിലൂടെയോ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, പ്രയോറിറ്റൈസ് യുവർ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യൂ. ആ ലക്ഷ്യത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനാണ് സർവ്വപ്രാധാന്യം കൊടുക്കേണ്ടത്. അതിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഭാവിയിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്താൽ എന്നേക്കും ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ഇരുന്ന് പോകേണ്ടതായിട്ട് വരും. അതാലോചിക്കുക. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക എന്നത് മാത്രമല്ല മാനിഫെസ്റ്റേഷൻ, അതിലേക്ക് എത്താൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുക, ആക്ഷൻ എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യാത്തതും. ഓക്കെ, അപ്പൊ ഈ ജാനുവരി മാസത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണോ ആ ആക്ഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുക. എല്ലാ ദിവസവും നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ ഒരു നിശ്ചിത സമയം വെക്കുക, ആ സമയം ആ കാര്യത്തിനായിട്ട് മാറ്റി വെക്കുക, പരിശ്രമിക്കുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പരിശ്രമിക്കുക. ഓക്കെ, ഇതെങ്ങനെ നടക്കാൻ പോകുന്നത്, ഇത് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അറിയാം ഇന്ന ആക്ഷൻ ആണ് എടുക്കേണ്ടത്. ആ ആക്ഷനും നിങ്ങളുടെ ഗോളിനും ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരു തരത്തിലുള്ള കണക്ഷൻ കാണുന്നില്ലെങ്കിൽ പോലും യൂണിവേഴ്സിനെ വിശ്വസിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോകെ പോകെ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണോ ആ ചാലഞ്ചസ് ഒക്കെ പോയി ഒരു പ്രോഗ്രസ്. ഓക്കെ, നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കാര്യത്തെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. അത് ഈ ജാനുവരി മാസത്തിൽ തന്നെ നടക്കാം. ഓക്കെ, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം അത് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മടി കൂടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിന്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഈ ജാനുവരി മാസത്തിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പരിശ്രമിച്ചിരിക്കണം. ഓക്കെ, yes. Clarify this, of course.
ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ പരിശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിലേക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. വളരെ എളുപ്പത്തിൽ എഫേർട്ട്ലെസ്ലി അത് വന്നു ചേരും. ഓക്കെ, ഇപ്പോഴത്തെ ചാലഞ്ചസ് ഒക്കെ മാറി നിങ്ങൾക്ക് അത്രമേൽ ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന രീതിയിൽ ഓക്കെ നിങ്ങൾ എങ്ങനെയാണോ അത് നേടണമെന്ന് ആഗ്രഹിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ ഉണ്ട് അല്ലെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയുണ്ട്. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഈ ഒരു കാര്യം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുക്കുമ്പോൾ ഈ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ സക്സസ്ഫുള്ളി എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അത് അൾട്ടിമേറ്റ്ലി എത്തിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിലാണ്, അതിന്റെ ആഘോഷത്തിലേക്കാണ്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര, റൂട്ട് ചക്ര, അതുപോലെ തന്നെ സോളാർ പ്ലെക്സസ് ചക്ര അല്ലേ, അതെ, ഈ 3 ചക്രാസും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അത് കുറച്ച് ഇംബാലൻസ്ഡ് ആണ്. ഓക്കെ, കാരണം ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നോക്കൂ. റൂട്ട് ചക്ര ഇത് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര തന്നെയാണ് കാണിക്കുന്നത്. 4 കാർഡുകളാണ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളത്. 3 കാർഡുകളാണ് ഇവിടെ എന്താ പറയണ്ടേ ഹാർട്ട് ചക്ര ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 ചക്രാസിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ബീജ് മന്ത്രാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ദിവസം ഒരു നിശ്ചിത സമയം ഒരു 5 മിനിറ്റോ ഒക്കെ അതൊന്ന് കേട്ടിരുന്നാൽ നല്ലതാണ്. ഓക്കെ, അത് ഓരോ ദിവസം ഓരോന്നിനെ അസൈൻ ചെയ്തിട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ 3ഉം നിങ്ങൾക്ക് കേൾക്കാം. അത് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഹാർട്ട് ചക്ര ഓപ്പൺ ആവാനായിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല. വരുന്ന മാറ്റങ്ങളെ ഒക്കെ സ്വീകരിക്കുക, 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കുക. അതാണ് വേണ്ടത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് സ്വീകരിക്കുക. ഗ്രൗണ്ടഡ് ആവാൻ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് അതിൽ അവിടെ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നതിനും ആ പ്രസന്റ് മൊമെന്റ് മാക്സിമം എൻജോയ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കോൺഷ്യസ് ആക്ഷൻസ് എടുക്കുക. ഓക്കെ, സോളാർ പ്ലെക്സസ് ചക്ര നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മുടെ കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക, നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക, ആ ഒരു എനർജറ്റിക്കൽ ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു ബോധ്യം ഉണ്ടാവണം. അപ്പൊ എന്റെ കഴിവുകൾ എന്താണ്, എന്റെ സ്ട്രെങ്ത് എന്താണ് എന്നൊരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടായി ആ ഒരു എനർജീസിനെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സേക്രഡ് ചക്ര നിങ്ങളുടെ ബാലൻസ്ഡ് ആകുന്നത് കാണാൻ സാധിക്കും. എനിവേസ് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബീജ് മന്ത്രാസ് ലിസൺ ചെയ്യുന്നത് ഈ ഒരു ഇന്റൻഷനോട് കൂടെ എന്റെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നതിന്, ഹീൽ ചെയ്യുന്നതിന് ഞാൻ ഈ ഒരു ബീജ് മന്ത്ര കേൾക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലൂടെ എന്റെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആകുന്നതിന് എന്നെ അനുഗ്രഹിക്കണം എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ ഈ സെയിം എഫക്റ്റ് ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ വേണമെന്ന് അത്രമേൽ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുക്കും. ഈ ജാനുവരി മാസത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കൂ. ഈ ജാനുവരി മാസത്തിൽ തന്നെ നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്നത്, നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അത്രമേൽ ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന രീതിയിലാണ് ആ ഒരു എന്താ പറയാ ആ ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത്. അതോടൊപ്പം അത് നിങ്ങൾക്ക് എന്താ പറയാ ആ ഒരു ചാലഞ്ചസിനൊക്കെ നിങ്ങൾ അതുപോലെ വളരെ ഈസിലി ആണ് ഓവർകം ചെയ്യുക. ഓക്കെ, കൃത്യമായി നിങ്ങൾക്ക് ആ ഗൈഡൻസ് കിട്ടും എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതിന് എന്നുള്ളത്. അങ്ങനെ ആ ഒരു നിങ്ങൾ അത്രയും നാളും നിങ്ങൾ നിങ്ങളുടെ സമയം മാറ്റിവെച്ചതിന്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ചാലഞ്ചസിന് ഒക്കെ ഒരു എന്താ പറയാ റിവാർഡ് പോലെ നിങ്ങൾക്ക് ആ ഒരു സക്സസ്, ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, ആ ഒരു അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ്. അതൊക്കെ നിങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് ആണെന്ന് മനസ്സിലാക്കുന്നതിനും, അങ്ങനെ മനസ്സിലാക്കുക ഇത് സത്യമല്ല, എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ചിന്തകളാണ്, അതല്ല യാഥാർത്ഥ്യം എന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുള്ള അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജാനുവരി മാസം. അപ്പൊ അതിനെ വേണ്ട ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 2026 പുതുവർഷം പ്രമാണിച്ച് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്നൊരു സ്പെഷ്യൽ റീഡിംഗ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പരിമിത കാലത്തേക്ക് മാത്രമുള്ള ഒരു റീഡിംഗ് ആണിത്. ദിവസം 5 ബുക്കിംഗ് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ റീഡിംഗിന്റെ സ്വീകരിക്കുകയുള്ളൂ.
അപ്പോ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് 2026 എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. ചാനലിന്റെ മെസ്സേജസ് ഉണ്ട്, ഒറക്കൽ മെസ്സേജസ് ഉണ്ട്, ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ പാക്കേജിലൂടെ ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മന്ത്ലി ഗൈഡൻസ് ആയിട്ടോ ക്വാർട്ടേർലി റീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആനുവൽ റീഡിംഗ് ആയിട്ടോ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ വളരെയധികം സുന്ദരമായ ഒരു ജാനുവരി 2026 ആശംസിക്കുന്നു. താങ്ക് യു.